ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ പേര് അൽഫിയ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഉപകാരപ്പെട്ട സോപ്പുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പൊട്ടറ്റോ ഇത് കണ്ട് എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കാമെന്നാണ് നമുക്ക് നോക്കാവുന്നത്. നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ സ്കിന്നിനും ഗുണമായിട്ടുള്ള സോപ്പുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് അതിന് കുറച്ച് സാധനങ്ങൾ മതി. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഒരു പൊട്ടറ്റോ ആണ്. നിങ്ങൾക്ക് എത്ര പൊട്ടറ്റോ ആണോ അത്രയും പൊട്ടറ്റോ എടുത്തുണ്ടാക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് പീൽ ഓഫ് ചെയ്ത് കളയണം. ഒരു ശകലം പോലും തൊലി ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പൊട്ടറ്റോ നല്ല നീറ്റാക്കിയിട്ട് വാഷ് ചെയ്തും കൂടെ ഈ പീൽ ചെയ്തതിന് ശേഷം എടുക്കുക. നല്ല ക്ലീൻ ആയിരിക്കണം എപ്പോഴും നമ്മൾ സോപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഞാൻ ഈ തൊലിയൊക്കെ കളഞ്ഞ് നല്ല സുന്ദരനാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം പൊട്ടറ്റോടെ. അപ്പം നമുക്കത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ഒരു ജാറിലിട്ട് കൊടുക്കുക. അത് ഞാൻ ഈ രീതിയിലാണ് സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് സോഫ്റ്റായിട്ട് ഗ്രൈൻഡായിട്ട് നല്ല ഒരു കട്ട പോലും ഇല്ലാണ്ട് വേണം നമുക്ക് ശരിക്കും കിട്ടാനായിട്ട്. അങ്ങനെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ അത് ഈ ഒരു കണ്ടീഷനിൽ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് ആ ഒരു മിക്സ്ചർ നന്നായിട്ട് അരപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം. അതായത് അരിച്ചെടുക്കുന്നതാണ് നമുക്കതിൻ്റെ പ്യൂരിയാണ് വേണ്ടത്. അതായത് ആ ഒരു നീര് മാത്രം മതി നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ആ ഡബിൾ ലെയർ അരിപ്പയൊക്കെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് അത് വെച്ച് അരിച്ചെടുക്കാനാണ്. അപ്പം ഒട്ടും അതിൻ്റെ ഒരു അടിച്ചെടുത്താൽ അതൊന്നും കിട്ടാതെ നമുക്ക് നീര് മാത്രമായിട്ട് കിട്ടും. അന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ നീര് നന്നായിട്ട് ഇറക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു പൊട്ടറ്റോടെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പൊട്ടറ്റോ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കൊരു റോ മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. അതായത് തിളപ്പിക്കാത്ത പാല് ആഡ് ചെയ്ത് 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ പൊട്ടറ്റോ എടുക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഉപയോഗിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അലോവേര ജെല്ലാണ്. ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അതടിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജെല്ലാണ് ആഡ് ചെയ്തത്. അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സുൾ. ഇതെല്ലാം സ്കിന്നിന് ഭയങ്കര ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് ഇതിൻ്റെ അളവും കൂട്ടി എടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ എടുക്കാൻ കാരണം എനിക്കിഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം, ഒലിവ് ഓയിൽ എടുക്കാം, ഏത് വേണമെങ്കിലും ഓയിൽ എടുക്കാം. അതുപോലെ തന്നെ ഓയിൽ എത്രത്തോളം ആഡ് ചെയ്യുന്നു അതും സോപ്പിന് നല്ല ബെനിഫിറ്റാണ്. കാരണം നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആയാലും ഷൈൻ ആകാനും ഇതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഒരു കണ്ടീഷനിൽ അതാക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഇത് എടുക്കേണ്ടത് ഒരു മോൾഡാണ്. ഈ മോൾഡ് ശരിക്കും ഫ്ലിപ്കാർട്ട് ഓൺലൈൻ സൈറ്റിൽ എല്ലാം അവൈലബിൾ ആണ്. നല്ല റേറ്റ് കുറവുണ്ട്. സോ ഓഫേഴ്സ് ഉള്ള ടൈമിൽ പർച്ചേസ് ചെയ്യാം. ദെൻ നമുക്ക് ഈ ഒരു പീസ് 60 ഗ്രാം അല്ലെങ്കിൽ 70 ഗ്രാമിൻ്റെ ഗ്ലിസറിൻ ബേസ് എടുക്കുക. എന്നിട്ട് അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടായി വരും. കട്ട കാണുമ്പോൾ നമ്മൾ ഓർക്കും കട്ടാവില്ല, ഭയങ്കര പാടാണ്. പക്ഷേ ഒരു ഗ്ലിസറിൻ ബേസ് ഒരു കട്ടയാണ്. അതായത് ഒരു മെഴുക്ക് പോലെയാണ് അതിൻ്റെ കണ്ടീഷൻ. ഞാൻ ഇതുപോലെ കുട്ടി പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ഞാനൊരു 4-5 കപ്പ് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിള വരുമ്പോഴത്തേന് അതിനകത്തോട്ട് ഒരു കുട്ടിപ്പാത്രം കൂടി ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് ഈ ഗ്ലിസറിൻ നമുക്ക് അലിയിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് ഒരിക്കലും അടുപ്പത്ത് വെച്ച് ഗ്ലിസറിൻ അലിയിപ്പിക്കാൻ നിൽക്കരുത്. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ തിള വരുമ്പോഴത്തേനും അത് പയ്യെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു 2 കട്ട ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്ലിസറിൻ എത്രത്തോളം ശരീരത്തിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്നുകൂടെ ആഡ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഒരു കട്ടയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു മറ്റേതിന്. സോ അതിനെ നമുക്ക് ഇതുപോലെ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നാലാണ് അത് മെൽറ്റായിട്ട് വരുന്നത്. ഇത് കൈ വിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഗ്ലിസറിൻ അലുത്ത് വരുമ്പോഴത്തേന് നമ്മളൊരു മിനിറ്റ് പോലും ഇത് വെക്കാൻ പാടില്ല. കാരണം അപ്പം തന്നെ ഇത് കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുത്ത് അതിനെ ഒരു ലിക്വിഡ് ഫോമിലാക്കിയെടുക്കുക. നന്നായിട്ട് വെള്ളത്തിൻ്റെ ഫോം പോലെ ആവും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് അത്രയൊക്കെ വരുള്ളൂ. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് വീഡിയോയുടെ എളുപ്പത്തിന് വേണ്ടി, ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടി. സോ ഇപ്പം നമ്മുടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഗ്ലിസറിൻ ബേസ്. ഈ ഒരു പരുവമാണ് അതിൻ്റെ കണ്ടീഷൻ. സോ ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ലൂസ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ ആകുന്നിടം വരെ നിങ്ങൾ കൈ വിടാതെ മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മുടെ ഗ്ലിസറിൻ ബേസ് സെറ്റായിട്ടുണ്ട്. സോ ആ ഗ്ലിസറിൻ ബേസ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മിക്സ്ഡിലോട്ട് ഒഴിക്കാം. അപ്പം തന്നെ ഒഴിക്കണം, ഇല്ലെങ്കിൽ അത് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. സോ ഞാനിവിടെ ഒരു 2 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ അതിനെ ഒന്ന് മിക്സാക്കിയിട്ട് എളുപ്പം തന്നെ നമ്മുടെ മുകളിലോട്ട് ഒഴിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ചൂട് ഒരിച്ചിരി പോയിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട്, മോൾഡിൽ ഈ സാധനം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് മോൾഡിൽ ഒരു ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കുക. അത് ഏതെങ്കിലും എണ്ണ തൂത്ത് കൊടുക്കാം. അതായത് ആൽമണ്ട് ഓയിലോ അതിൽ നോർമൽ കോക്കനട്ട് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. കാരണം അതൊന്ന് മോൾഡിൽ ഒട്ടാതെ പറഞ്ഞു വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ 2 എണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. വേറെ ഒരു കിഴങ്ങ് കൂടി എടുത്താണ് ഞാൻ റെഡിയാക്കിയത് 2 എണ്ണം. ദെൻ വേറെയും സോപ്പുകൾ ഞാൻ അന്നത്തെ ദിവസം ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനത് ഇപ്പോൾ കാണിക്കുന്നില്ല. സോ നമുക്കതിങ്ങനെ ഇളക്കിയെടുക്കാം. ഞാൻ പിറ്റേ ദിവസമായിട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ രാത്രിയിലാണ് ഉണ്ടാക്കി വെച്ചത്. സോ നെക്സ്റ്റ് ഡേ എടുത്തപ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടി. ശരിക്കും 3 hours മതി ഒരു സോപ്പ് സെറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കാണിക്കാം. അതേ നന്നായിട്ട് പതയുന്ന സോപ്പാണിത്. നല്ല നാച്ചുറൽ ഏജൻറ്റും കൂടിയാണ് നമ്മുടെ പൊട്ടറ്റോ. ഒരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. സോ നല്ല റിസൾട്ടാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വീഡിയോ എടുത്തിട്ട് 1 വീക്കിന് ശേഷമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.